നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനത നരേന്ദ്രമോദി സർക്കാരിനെയും ബി.ജെ.പിയെ മറന്നു എങ്കിലും കേരളത്തെ മറക്കാതെ കേന്ദ്ര സർക്കാർ. കേരളത്തിന് വലിയ ദേശീയപാത വികസന പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്രം. കേരളത്തിലെ NH 183 കൊല്ലം ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ ആഞ്ഞിലിമൂട് വരെ 54.37 കിലോമീറ്റർ ദൂരം 4 വരിപ്പാതയാക്കാൻ കേന്ദ്രം അനുവദിച്ചത് 1663.15 കോടി രൂപ. ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രത്യുപകാരമായി കണക്കാക്കാം. 3 MLA-മാരെയാണ് കേരളത്തിലെ ജനത കേന്ദ്രത്തിന് സമ്മാനിച്ചത്, അല്ലെങ്കിൽ BJP സർക്കാരിന് സമ്മാനിച്ചത്. അതിനുള്ള ഒരു പ്രത്യുപകാരമായി കേരളത്തിലെ ദേശീയപാത വികസന പദ്ധതിക്ക് 1663.15 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യയുടെ കശുവണ്ടി തലസ്ഥാനമായി അറിയപ്പെടുന്ന സ്ഥലമാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ 600-ലധികം കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾക്കും കയർ, സെറാമിക്സ്, റെയർ എർത്ത്, മത്സ്യബന്ധന മേഖലകൾക്കും ഈ പദ്ധതി വലിയ നേട്ടമാകും. ഏകദേശം 1.5 ലക്ഷം തൊഴിലാളികൾക്ക് ഉപജീവനം നൽകുന്ന ഈ വ്യവസായ മേഖലകളുടെ ചരക്ക് ഗതാഗതം അതിന്റെ കൂടുതൽ വേഗത കൂടും. ഇനി ചിലവ് കുറഞ്ഞ രീതിയിലും നടത്താൻ സാധിക്കും. കൊല്ലം തുറമുഖവുമായി ബന്ധപ്പെട്ട ബന്ധം മെച്ചപ്പെടുന്നതോടെ ചരക്ക് നീക്കത്തിന് സൗകര്യം വർദ്ധിപ്പിക്കുകയും പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും ചെയ്യും. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കുറിച്ചിരിക്കുന്നത് നിതിൻ ഗഡ്കരി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ്. ഈ 4 വരിപ്പാത റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും നിലവിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ പെരിയാർ ടൈഗർ റിസർവ്, തേക്കടി തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും എളുപ്പമാകുന്നതോടെ ടൂറിസം മേഖലയ്ക്കും ഉണർവ് ലഭിക്കും. PM ഗതിശക്തി ദേശീയ ആസൂത്രണ പദ്ധതി ഈ അടുത്ത ദിവസമാണ് 3 വർഷം പൂർത്തിയാക്കിയത്. ഈ പശ്ചാത്തലത്തിൽ ഭാരത് മണ്ഡപത്തിലെ ഗതിശക്തി അനുഭൂതി കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നു. പദ്ധതിയുടെ നാഴികക്കല്ലുകളും നേട്ടങ്ങളും സവിശേഷതകളും പ്രദർശിപ്പിച്ചിരിക്കുന്നത് മോദി നടന്നു കണ്ടു. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിവർത്തന സംരംഭമായി PM ഗതിശക്തി ദേശീയ ആസൂത്രണ പദ്ധതി മാറി എന്ന് മോദി ചൂണ്ടിക്കാട്ടി. ഗതാഗതം, ലോജിസ്റ്റിക്സ് മേഖലകളിലെ വികസനം ഒട്ടേറെ പേർക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മന്ത്രാലയങ്ങളെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. കൽക്കരി, സ്റ്റീൽ, തുറമുഖം, ഭക്ഷണം, പൊതുവിതരണ മേഖലകളിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയിലെ വിഷയങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് കാര്യക്ഷമമാക്കുന്നു. പോഷകാഹാരം ആവശ്യമായിട്ടുള്ള മേഖലകൾ കണ്ടെത്തും. അവിടുത്തെ അംഗൻവാടികളെ PM ഗതിശക്തി പദ്ധതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇത്തരത്തിൽ 10 ലക്ഷം അംഗൻവാടികൾ കണ്ടെത്തി ദേശീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായി വാർത്താക്കുറിപ്പിൽ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തു. എന്തായാലും PM ഗതിശക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നിതിൻ ഗഡ്കരി കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആയതിനു ശേഷം ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഗതാഗത മേഖലകളിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് PM ഗതിശക്തിയുടെ വിവിധ പദ്ധതികളിലൂടെ സാധിച്ചിട്ടുണ്ട്. ആ ഒരു പദ്ധതിയിൽപ്പെട്ടത് തന്നെയാണ് കൊല്ലം നഗരത്തെ ലക്ഷ്യമിട്ടുള്ള, കേരളത്തെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഒരു ദേശീയപാത വികസന പദ്ധതിയും. എന്തായാലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിൽ, കേരളത്തിലും കേന്ദ്രത്തിലും ഒരുപോലെയുള്ള സർക്കാരുകളാണ് വന്നിരുന്നത് എങ്കിൽ ഇതിൽ കൂടുതൽ വികസന പദ്ധതികൾ കേരളത്തിനെ തേടി എത്തുമായിരുന്നു. എന്തായാലും എന്നിട്ടും കൂടി വെറും 3 MLA-മാരെ നൽകിയിട്ടും കൂടി, വെറും 3 MLA-മാരെ മാത്രമാണ് നൽകിയത്, എന്നിട്ടും കൂടി കേരളത്തെ മറക്കാതെ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ശ്രദ്ധാലുക്കളാകുന്നു എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യമോ കടമയോ കർത്തവ്യമോ എന്തൊക്കെ പറയാവുന്ന ഈ പദ്ധതി പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.